ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 2 ഗ്ലാസ് പച്ചരി 5 മണിക്കൂർ കുതിർത്തതാണ്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. നല്ല മയത്തിൽ അരച്ചെടുക്കണം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരമുറി തേങ്ങ, അതായത് അരി എടുത്ത ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട്. കൂടെ 1/2 ഗ്ലാസ് അവൽ ഒരു 10 മിനിറ്റോളം കുതിർത്തെടുത്ത് വെച്ചിരുന്നു. അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അവലാണിത്, കട്ടി അവലായതുകൊണ്ട് 10 മിനിറ്റോളം ഞാൻ കുതിർത്ത് വെച്ചിരുന്നു. അതും തേങ്ങയും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അരച്ചെടുത്തിട്ട് വരാം. അത് അരച്ചെടുത്ത് നമുക്ക് മാവിലേക്ക് ചേർത്തിട്ടുണ്ട്. ആവശ്യമുള്ള ഉപ്പ് ചേർത്തു. പിന്നെ ഒരല്പം പഞ്ചസാര. നമ്മളിതിന് ഈസ്റ്റ് ഒന്നും ചേർക്കുന്ന ആവശ്യമില്ല. ഉപ്പും പഞ്ചസാരയും മാത്രം ചേർത്ത് നല്ലതുപോലെ ഇളക്കി വയ്ക്കണം. അപ്പോൾ ഇതിനെ ഓവർനൈറ്റ് നമുക്ക് ഫെർമെൻറ്റേഷനായിട്ട് അങ്ങ് വയ്ക്കുകയാണ്. നെക്സ്റ്റ് ഡേ രാവിലെ കണ്ട് നമുക്ക് നോക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പുളിച്ച് നല്ലത് ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരേ മാവിൽ നമുക്ക് 2 തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇത് ഞാൻ മുഴുവൻ എടുക്കുന്നില്ല. ഇതിൻ്റെ കുറച്ച് മാവ് എടുത്ത് ഇതിന് ശേഷം ബാക്കി അങ്ങ് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. ചൂടല്ലേ, അപ്പം വെളിയിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്നത് പുളിച്ച് പൊങ്ങാനുള്ള ഉള്ളതുകൊണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തു. കടുകൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് ഉഴുന്നിൻ്റെ ചെറിയ കളറൊക്കെ മാറി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കൂടെ ഒരു 2 കരിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തീ കുറച്ച് വെച്ച് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ മാവിലേക്ക് വറുത്ത മിക്സ് ചേർത്ത് കൊടുക്കുക. അപ്പം നല്ല ഒരു ഇതിനെ കടിക്കുമ്പോഴൊക്കെ നല്ല സ്വാദല്ലേ. ഈ ഉഴുന്ന പരിപ്പുമൊക്കെ കടുവറുത്തതിൻ്റെ കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതിൻ്റെ കൂടെ വേണം നമുക്ക് ക്യാരറ്റോ ഒക്കെ ചേർക്കാവുന്നതാണ്. ക്യാരറ്റ് അതുപോലെ തന്നെ ഉള്ളി ഒക്കെ ചേർക്കാം. അതിനങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനൊരു ചട്നി തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ ചേർത്തു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചട്നിക്കടല ചേർത്തിട്ടുണ്ട്. പച്ചമുളക് എരിവിന് ആവശ്യത്തിന് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. രുചിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണ്. ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനായിരിക്കും. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കുറച്ച് തിക്കായിട്ടുള്ളൊരു ചട്നിയാണിത്. ആദ്യമേ നമ്മൾ വെള്ളം ഒഴിച്ചാൽ ഇതുപോലെ അരഞ്ഞ് കിട്ടുകയില്ല. അതുകൊണ്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. കടുക് വറുത്ത് ചേർക്കണം. ഇനി ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. കടുകും അല്പം കരിവേപ്പിലയൊക്കെ ഇട്ട് മുളകൊക്കെ ഇട്ട് വറുത്ത് കടുക് വറുത്തതിൻ്റെ കൂടെ ചേർത്ത് നല്ല ടേസ്റ്റാണത്. ഇനി നമ്മളിനി എടുത്ത് വെച്ചിരിക്കുന്ന മാവ് തയ്യാറാക്കുന്ന നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിക്കകത്താണ്. എണ്ണ വളരെ കുറച്ച് ഓരോ തുള്ളി ഇതിൽ ഒഴിച്ച് കൊടുത്താൽ മതി കുഴിക്കകത്ത്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒഴിക്കാനുള്ള സൗകര്യത്തിന് ഒരു ഗ്ലാസ്സിലെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു.
അതിങ്ങനെ കുഴിക്കകത്ത് ഒഴിച്ചു കൊടുക്കാം. നടുവിലത്തെ കുഴിയിൽ ലാസ്റ്റ് ഒഴിച്ചാൽ മതി, നന്നായിട്ട് ചൂടായി ഇരിക്കുന്നുണ്ട്. സൈഡെല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് ഫ്ലെയിം വയ്ക്കണം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. 2-3 മിനിറ്റ് അങ്ങനെ ഇരുന്നാൽ മതിയാവും. റെഡി ആയിട്ടുണ്ടത്. ഇതിനെ എടുത്ത് മാറ്റി വയ്ക്കാൻ. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള കുഴിയപ്പം. ഇതിനൊക്കെ കർണാടകയിൽ ഇതിന് പറയുന്നത് പഡ്ഡു എന്ന് പറയും, തമിഴ്നാട്ടിൽ പണിയാരം. നമുക്ക് ഇഷ്ടമുള്ള പേര് ഇതിന് വിളിക്കാം. ഞാനിതിന് കുഴിയപ്പം എന്നാണ് പറയാറുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇത് ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് പറയണേ. ഞാനുണ്ടാക്കിയ കൊഴുക്കട്ടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് നമുക്കിത് അതേ സെയിം മാവാണ്, ദോശക്കല്ല് ചൂടാക്കിയിട്ടുണ്ട്, അതിലിതുപോലെ ഒഴിച്ച് കൊടുക്കുക. ഹോൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അല്പം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം ഇതുപോലെ തയ്യാറാക്കാം. അപ്പോൾ ഒരേ മാവിൽ നിന്ന് 2 തരത്തിലുള്ള പലഹാരം തയ്യാറാക്കാം. കണ്ടല്ലേ? ലഞ്ച് ബോക്സിലൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ഇത് രണ്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾ. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം, ഹൈപ്പ് ചെയ്യണം. പിന്നെ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടാതിരിക്കില്ല നിങ്ങൾക്ക്. ഡെയിലി ദോശ ഇഡ്ഡലിയൊക്കെ അല്ലേ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊരു ചേഞ്ചിനായിട്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. എത്ര സോഫ്റ്റാന്ന് നോക്കിയേ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കൂടെ കാണാം. അതുവരേക്കും ബൈ.